ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. കുറേ ദിവസങ്ങളായി തോന്നുന്നുണ്ടല്ലേ നമ്മൾ ലോങ് വീഡിയോ അങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്തിട്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലേറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രൈപ്പാഡ് ചെറുതായിട്ടൊന്ന് പണി തന്നെന്നുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാര്യപ്പെട്ട സാധനം വെക്കണ ആ ഒരു സാധനമാണ് കേട്ടോ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ആ ഒരു ഫോണിൻ്റെ ആ ഹോൾഡർ ഉണ്ടല്ലോ, ഫോൺ വലിച്ചു വെക്കണ ആ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഒരു ഭാഗത്ത് അങ്ങോട്ട് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ചെറിയ രീതിയിൽ ഷോർട്സൊക്കെ എടുത്ത് അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നമ്മൾ വീഡിയോ ഇടാതിരുന്നാൽ ചാനൽ പറ്റ ഡൗൺ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം ഓരോ വീഡിയോസ് ഷോർട്ടെങ്കിലായിട്ട് അങ്ങനെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ലോങ് വീഡിയോ കാണാനായിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് ഇത് നമ്മൾ ഈ ഒരു ട്രൈപ്പാഡ് ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഈ വീഡിയോ എടുക്കുന്ന അന്ന് രാത്രിയാണ് കേട്ടോ ഇത് നാശമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ആ വീഡിയോ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു സാധാരണക്കാരുടെ ഒരു സാധാരണ ദിവസം കടന്നു പോകുന്ന ആ ഒരു രീതിയിൽ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തായാലും ചായൻ്റെ വെള്ളം വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. സ്കൂൾ മദ്രസൊന്നും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒന്ന് ലീവ് ആ ഒരു അവധികളുണ്ടായിരുന്നല്ലോ, ആ ഒരു ദിവസത്തെയാണ് എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നത്തതായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടൊരു ഓർമ്മ കിട്ടണില്ല കേട്ടോ. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാനൊക്കെ എടുത്ത് വെക്കുന്ന വീഡിയോ ആണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. അത് കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചിലത് അങ്ങോട്ട് മറന്നു പോകും, അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചായയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു അടുപ്പിൽ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസുമ്മേൽ. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. മുട്ടക്കറിയും പൂരിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കറി അങ്ങോട്ട് ആക്കി വെക്കാം, എന്നിട്ട് കടിമേലേക്ക് നിൽക്കുക. കടി എന്തായാലും എല്ലാവരും ഇരിക്കാൻ നേരത്താണ്, അതായത് ചായ കുടിക്കുന്നതിൻ്റെ ആ ഒരു കുറച്ച് മുന്നേ ഞാൻ ചൂടുള്ളൂ കേട്ടോ. പൂരി ആയതുകൊണ്ട് ചൂടോടുകൂടെ കഴിക്കാനാണല്ലോ എന്തായാലും അതിനൊരു രസം ഉണ്ടാവുക. അപ്പോൾ പിന്നെ അത് അങ്ങനെ ചുടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കുക്കറിൽ ഞാൻ തക്കാളി ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറീൻ്റെ ആ ഒരു സാലന റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. സാലന എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവില്ലേ, ഓരോന്ന് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഒരു കറി റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. ചിക്കൻ കറിക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കും, പക്ഷേ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. ആരോ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കി, എന്തോ ഒരു മതിരിക്കണ പോലെ തോന്നിയെന്ന്. ഉള്ളി കൂടിയിട്ടാണോ എന്താണ് എന്നുള്ളത് അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും തോന്നാറില്ല. കറി എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട്. ഇനി എന്താണ് ചിലപ്പം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഇഷ്ടങ്ങളും ആയിരിക്കണം എന്നില്ലല്ലോ ചിലപ്പോൾ, അതുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ കറി ഇതവിടെ റെഡിയാക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടുക. അതിൻ്റെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുത്തി ചതക്കാനുള്ള മടി കൊണ്ട് തൽക്കാലം ഞാൻ അതിനങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇച്ചിരി കാശ്മീരി മുളകും പൊടിയൊക്കെ ചേർത്ത് പൊടികൾ വേണ്ടതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ അതൊന്ന് മിക്സാക്കി എടുത്ത് നമ്മളെ മുട്ടയും കൂടെ ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കൊടുത്താൽ നമ്മളെ കറി അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. കടി ചുടുന്നതിനനുസരിച്ച് വേണമെങ്കിൽ ഇനി തിരക്കോ വിശപ്പോ ഉള്ളവർക്കൊക്കെ വന്ന് ചായ കുടിക്കുകയും ചെയ്യാം. അപ്പോൾ സ്കൂൾ മദ്രസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക നേരം വൈകിയിട്ടുണ്ടായിന് കേട്ടോ. ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടും ചായം കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കും എവിടെയും പോകാനൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തീയൊക്കെ കത്തിച്ചിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ. ഇക്കാക്ക് കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചതാണ്. ഇവിടെ ഒരു മഴക്കാലമൊക്കെ ആയാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ചൂടുവെള്ളം വേണം കേട്ടോ. നല്ല പൊരിഞ്ഞ വേനലാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം എല്ലാവർക്കും മതി. പക്ഷേ തണുപ്പ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ആർക്കും പച്ചവെള്ളം അങ്ങനെ അങ്ങോട്ട് പറ്റൂല. അപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം അങ്ങോട്ട് ചൂടായി എടുത്തു കഴിഞ്ഞാൽ വേഗം അതേ അടുപ്പിൽ തന്നെ വേഗം ചോറിനുള്ള വെള്ളം വെക്കലും അങ്ങോട്ട് കഴിയും. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പൂരിക്കുള്ളത് മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളത്തിൽ ആ ഒരു ഇളം ചൂടൊന്ന്
തണുപ്പ് വിട്ടിട്ട് ആ ഒരു ചെറിയൊരു കുഞ്ഞൊരു ചൂട് വരില്ലേ, ആ ഒരു ചൂടിലാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കൽ. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭൂരിൻ്റെ റെസിപ്പി പറയുമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്, പക്ഷേ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്ന് ഉപകാരപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ചിലരെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിനൊന്ന് റെസിപ്പി പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി അങ്ങനെ അത് ആ ഒരു രീതിയിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണത്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുക എന്നൊന്നും ഞാൻ പറയണില്ല. അതുപോലെ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് ഇട്ടപ്പം അങ്ങനെയല്ല എന്ന്, കുറേ സ്ഥലത്ത് അങ്ങനെയല്ല, കുറേ സ്ഥലത്ത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ഓരോരോ നാട്ടിലും ഓരോരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. നമ്മളിവിടെ വെക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എൻ്റെ വീഡിയോയിൽ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യലില്ല. നമ്മൾ ചെയ്യുമ്പം ആ ഒരു സമയത്ത് അത് വീഡിയോ എടുക്കുക എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ഭൂരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായി. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ചായ കുടിക്കാനൊക്കെ ഇരുന്നതൊക്കെ മറന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ എടുക്കും, ചിലപ്പോൾ മറന്നു പോകും കേട്ടോ. രാവിലെ അങ്ങനെ എടുക്കും, പിന്നെ പകുതി എത്തുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും, അത് എടുത്തില്ലല്ലോ എന്ന് പിന്നെയാണ് കേട്ടോ ഓർമ്മ ആവുക. അങ്ങനെ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം നമ്മളെ ബാക്കി ക്ലീനിങ്ങും പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ. അടിച്ചു വാരലും തുടക്കലും ജബാ ജിബ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അതിലേക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ട്. ആദ്യം മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. നല്ലൊരു കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ചെറുതായിട്ടൊരു വെയിൽ അങ്ങോട്ട് കണ്ടതാണ് കേട്ടോ. അടുപ്പിച്ച് മഴ തന്നെയായിരുന്നു. നല്ലൊരു എന്തോ ഒരു കാലാവസ്ഥ, നല്ലൊരു കാലാവസ്ഥ വന്നു പറയില്ലേ. അപ്പോൾ കുറേ മഴയായപ്പം മുറ്റത്തൊക്കെ ഒരു നല്ലൊരു വെയിലും വെളിച്ചമൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സുഖം. അപ്പോൾ അതൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. പിന്നെ അടിച്ചു വാരൽ കഴിഞ്ഞ് ഞാൻ വേഗം പാത്രം കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇതൊന്നല്ല ഇനിട്ടോ, പാത്രം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകി പകുതി മുക്കാലും ആയതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കുമ്പോഴും കുറച്ചൊരു വൃത്തി വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ പാത്രം കഴുകുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് കുറേ പേര് നമ്മളെ ചാനലിലേക്ക് നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. നല്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. പുതുതായിട്ട് വന്നവർ നമ്മളെവിടെയാണ് സ്ഥലം എന്നാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത്. നമ്മൾ വയനാട് ബാവലിയാണ് കേട്ടോ നമ്മളെ സ്ഥലം. അതുപോലെ ഇക്കാക്ക് എന്താ ജോലിയും ചോദിക്കുന്നുണ്ട്. ഇക്ക ഡ്രൈവറാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു ജീപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയിൽ പോവാണ്, ടാക്സി വണ്ടിയാണ്, അതിൽ പോകുന്നുണ്ട്. പിന്നെ എത്ര മക്കളാണ് ചോദിക്കുന്നുണ്ട്. 3 ആളാണ്, 3 മക്കളാണ്. പിന്നെ വേറെ വീട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ വീട് എടുക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് തുടങ്ങണം. മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെയും എല്ലാവരുടെ പ്രാർത്ഥനയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എത്രയും വേഗം വീടാവട്ടെ എന്നാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ കമൻറ്റ് വരുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലും അങ്ങനത്തെ നമ്മൾ ആ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അലക്കാനുള്ള തുണികൾ മെഷീനിലിടാനുള്ളത് മെഷീനിലൊക്കെ ഇട്ട് അലക്കി ഞാനൊന്ന് ഇപ്പം മഴേൻ്റെതായിട്ടുള്ള ആ ഒരു ടൈമാണല്ലോ, അപ്പം ഉണക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇടയ്ക്ക് വെയിൽ വരിക, അത് കഴിഞ്ഞ് നല്ല വെയിലേക്കും, കുറച്ച് കഴിയുമ്പോൾ പിന്നെ ചാറുക കേട്ടോ മഴ. ആ ഒരു അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ മെഷീനിലുള്ളതൊക്കെ ഒന്ന് മെഷീനിൽ അലക്കിയെടുത്തു. പിന്നെ കല്ലിൽ അലക്കാനുള്ളത് കല്ലിൽ നിന്ന് അലക്കിയിട്ട് ഇതിൽ കൊടുന്നിട്ട് ഉണക്കിയിട്ടാണ് കേട്ടോ ആറിടുക. എന്നാൽ പിന്നെ പെട്ടെന്ന് വേഗം ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇതിൽ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചുരിദാർ തന്നെയാണോ ഇടുക, അല്ല വീഡിയോ എടുക്കാനായിട്ട് ചുരിദാർ ഇടുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല കേട്ടോ, ഞാൻ ചുരിദാർ തന്നെയാണ് ഇടുക. ഇനിയിപ്പോൾ നൈറ്റി ഇടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നൈറ്റി തന്നെ ആയിരിക്കും വീഡിയോയിലും കാണുക. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയ ചുരിദാർ ഇടുക, മാറ്റിയ ഒരുങ്ങുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഒരു ടോപ്പൊക്കെ ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് വീട്ടിലിടാൻ വേണ്ടിയിട്ട്. മഴക്കാലത്ത് നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ. കാരണം കട്ടിയില്ലാത്ത ആ ഒരു പോളിസ്റ്ററിൻ്റെ അങ്ങനത്തെ ആ ഒരു തുണിയാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ചൂടിനും ഇടാൻ നല്ലത് തന്നെയാണ് കേട്ടോ. മഴയത്ത് പെട്ടെന്ന് ഉണങ്ങും ചെയ്യും, ചൂടിനൊക്കെ നല്ലതാണ്. നമുക്ക് ഒരു കട്ടിയൊന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ മീഷോൻ്റെതായത് കൊണ്ട് ലിങ്കൊന്നും കൊടുക്കാൻ പറ്റൂല. മീഷോയിൽ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ കോംബോയിൽ കാണുമ്പോൾ തന്നെ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് വീഡിയോക്ക് വേണ്ടിയിട്ട്. അല്ല വീഡിയോക്കായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യലില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, തുണികളൊക്കെ എടുത്ത് അതൊന്ന് മുറ്റത്ത് ഇടുന്നില്ല. മഴ അത് കണ്ടില്ലേ, നേരത്തെ ആ വെയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മഴ ചാറിങ്ങോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഇനിയിപ്പം മുറ്റത്ത് ഇട്ടിട്ട് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളെ മുറ്റമൊക്കെ ഫുള്ളും കാട് പുല്ല് കയറി നാശമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല മഴയൊക്കെ പോയിട്ടേ ഇപ്പോൾ ചെത്തി നന്നാക്കൽ നടക്കുള്ളൂ. ചെത്തി ഞാൻ മടുത്തിട്ടുണ്ട് കേട്ടോ.
കുറേ ആൾക്കാർ കമൻറ്റിൽ ഞാൻ കാണലുണ്ട് നമ്മളത് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. നമ്മൾ കയ്യും പോലെ പറിക്കാൻ കിട്ടൂല കേട്ടോ. ഇത് കൈകൊണ്ട് ഒരു സൈസ് ഒരു വയൽപ്പുല്ല് പോലത്തെ അങ്ങനത്തെ ഒരു സൈസ് പുല്ലായതുകൊണ്ട് ഇത് നമുക്ക് കൈകൊണ്ട് വേരോടെ പറിച്ചെടുക്കാൻ പറ്റൂല. അപ്പം ചെത്തൽ തന്നെ ശരണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം ചുറ്റുംപുറമൊക്കെ ഒന്ന് നന്നാക്കാൻ. വീടിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ വൃത്തിയാക്കി അങ്ങനെ കൊണ്ട് നടക്കലുണ്ട് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ആറിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ഒന്ന് പരിപ്പ് താളിച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് തലേ ദിവസത്തെ എന്തൊക്കെയോ ചെറിയൊരു മീൻ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ കോപ്പയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ പരിപ്പ് ഒന്ന് താളിച്ചെടുത്തു. രാത്രി ഇക്ക എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മീനോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉച്ചക്ക് ഞാനും മക്കളും തന്നെയാണ്. നല്ല കാന്താരി മുളകും പരിപ്പ് കറിയും തലേ ദിവസത്തെ കുറച്ച് മീൻ കറിയാണോ എന്തോ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചോറ് അങ്ങോട്ട് വയ്ക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ചോറ് വയ്ക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നിച്ചുമോള് എഴുതാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പരീക്ഷയൊക്കെ ആവാനായിട്ടുണ്ടല്ലോ. അപ്പോൾ ഓളെ പഠിത്തത്തിൽ ഇതിലൊക്കെയാണ്. താത്ത വന്നിട്ടുണ്ടായിരുന്നു, ഏട്ടൻ്റെ പെണ്ണുങ്ങളാണ് കേട്ടോ, അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ താത്ത വൈകുന്നേരം വന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായ വെച്ച് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നാസിമോൻ തുള്ളി ചാടി നടക്കുന്നുണ്ട്, മറ്റോ പിന്നെ കളിക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, താത്തയൊക്കെ പോയി. പിന്നെ കുറച്ച് ചോറ് വെക്കണമായിരുന്നു കേട്ടോ. തികയൂലാത്ത പോലെ ഒരു തോന്നൽ ഉച്ചക്ക് വെച്ചത്. അപ്പോൾ ചോറിനുള്ള വെള്ളം ഗ്യാസുമേൽ അങ്ങോട്ട് വെച്ചു. രാത്രി ഈ ഒരു സമയത്തൊക്കെ ഒന്ന് തീ ഒന്ന് കത്തിച്ചെടുക്കാൻ എനിക്ക് മടിയാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ പിന്നെ ഡെയിലി അതൊരു ശീലമായി തീ കത്തിക്കാൻ. അതിന് എനിക്ക് മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ രാത്രി ചെറിയൊരു മടി ഉണ്ടാവും. പിന്നെ കുറച്ച് മതി, ഒരു ഇത്തിരി ചോറ് രാത്രിക്കേക്ക് മാത്രം തികയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് ചോറിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. മീൻ ഇക്കാക്ക് ഓട്ടമുണ്ട്, ഇക്ക പോന്നാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കോളിഫ്ലവർ എടുത്തു. പരിപ്പ് കറിയും കോളിഫ്ലവർ പൊരിച്ചത്, പിന്നെ എന്തെങ്കിലും ഒന്ന് ഉപ്പേരിയും കൂടെ ആക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ആക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചിട്ടുണ്ട്, അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കോളിഫ്ലവർ ഒന്ന് നന്നാക്കി മഞ്ഞളിൽ ഇട്ട് വെക്കണം. ഇതൊക്കെ ചെയ്തു കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ടൈമിലാന്ന് തോന്നുന്നുണ്ട് വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ നാസിമോന് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൂടെ ഓടി കളിച്ചതാണ് കേട്ടോ. ആ ഒരു കളിച്ചപ്പോൾ ഓന് വന്നിട്ട് ട്രൈപ്പാഡുമേൽ അങ്ങോട്ട് തട്ടിപ്പോയി. ആ തട്ടിയിൽ അത് അങ്ങോട്ട് താഴെ വീണു. ആ വീഴ്ചയിലാണ് അതിൻ്റെ ആ ഒരു സംഭവം പൊട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡൊക്കെ പോയി. കാരണം എന്തെങ്കിലും ഒന്ന് നാശമായാൽ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനാണ്. ഇനി അതൊന്ന് കിട്ടണ വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ വീഡിയോയിലേക്ക് പോവാത്തത്. എനിക്ക് അതില്ലാതെ വീഡിയോ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, ഇത് വാങ്ങണതിൻ്റെ മുന്നേ. പക്ഷേ ആദ്യത്തെ ആ ഒരു നേക്ക് ഇപ്പം കിട്ടുന്നില്ല കേട്ടോ, ഒന്നാമത്തത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മഞ്ഞൾ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെച്ചു. പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ പെരക്കിയിട്ട് പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ പൊരിച്ചെടുത്തു. ഞങ്ങളെല്ലാവരും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി ചോറ് വയ്ക്കട്ടെ. നമ്മളെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാൻ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.